കർണികാരം പൂത്തു തളിർത്തു കൽപ്പനതൻ താലമെടുത്തു കർണികാരം പൂത്തു തളിർത്തു കൽപ്പനതൻ താലമെടുത്തു. കളിത്തോടൻ എന്ന ചിത്രത്തിൽ ഭാസ്കരൻ മാസ്റ്റർ രചിച്ച് ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകി ഭാവഗായകൻ ജയചന്ദ്രൻ ആലപിച്ച ഈ ഗൃഹാതുരത്വമുള്ള ഈ ഗാനം കേൾക്കാത്ത മലയാളിയുണ്ടോ? എത്ര പേർക്കറിയാം ഈ കണിക്കൊന്നയുടെ സംസ്കൃത നാമമാണ് കർണികാരമെന്ന്? കാളിദാസൻ കുമാരസംഭവത്തിൽ പോലും 3-ാം സർഗത്തിൽ 28-ാം ശ്ലോകത്തിൽ വളരെ മനോഹരമായി കർണികാര പുഷ്പത്തെ വർണ്ണിച്ചിട്ടുണ്ട്. അത്രയും പഴക്കമേറിയൊരു ചരിത്രമാണ് നമ്മുടെ കണിക്കൊന്നക്കുള്ളത്. മാരാർജി, ഈ കണിക്കൊന്നയും വിഷുവും തമ്മിൽ എന്താ ഇത്ര വലിയ ബന്ധം വന്നേ? ഒരുപാട് പുഷ്പങ്ങളുള്ളതല്ലേ, ഒരുപാട് മണമുള്ള പുഷ്പങ്ങളുണ്ട്, ഒരുപാട് എന്താണ് കളർഫുൾ ആയിട്ടുള്ള പുഷ്പങ്ങളുണ്ട്. എന്നാൽ ഈ കണിക്കൊന്ന നമ്മൾ എത്രത്തോളം ഇതിന് പ്രാധാന്യം കൊടുക്കാൻ കാരണം എന്താ? നിധിൻ, ഈ ചോദ്യം എല്ലാവരിലുമുണ്ട്. വളരെ തൃപ്തികരമായ ഒരു ചരിത്രം, ഐതിഹ്യം തന്നെ ഈ കണിക്കൊന്നയും വിഷുവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പിറകിലുണ്ട്. 2 ഐതിഹ്യങ്ങളാണ് കണിക്കൊന്നയും വിഷുവുമായുള്ള ബന്ധത്തെപ്പറ്റി പ്രതിപാദിക്കുന്നത്. അതിലാദ്യത്തേത് ശ്രീരാമസ്വാമിയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമാണ്. സുഗ്രീവനുമായി സഖ്യം ചെയ്ത ശ്രീരാമൻ ബാലിവധത്തിനായി ഒളിയമ്പുമായി മറിഞ്ഞിരുന്നത് നമ്മുടെ ഈ കർണികാര വൃക്ഷത്തിൻ്റെ പിറകിലായിരുന്നു. ബാലിയുടെ വധം കഴിഞ്ഞു. ബാലിയെ കൊന്ന മരം എന്ന് കർണികാരത്തിന് പിന്നീട് കൊന്ന മരം എന്ന ഒരു അപഖ്യാതി വന്നു. ഇതിൽ വളരെയധികം ദുഃഖിതനായ ഈ വൃക്ഷം ശ്രീരാമസ്വാമിയെ കണ്ട് തൻ്റെ പരിഭവം അറിയിക്കുന്നു. കർമ്മഫലം അനുഭവിച്ചേ മതിയാവുകയുള്ളൂ എന്ന് ശ്രീരാമസ്വാമി പറഞ്ഞു. എന്നെ ഭജിക്കുക, അപ്പോൾ ലോകം മുഴുവൻ നിന്നെ ബഹുമാനിക്കുന്ന ഒരു ഖ്യാതി നിനക്ക് ലഭിക്കും എന്ന് വരം കൊടുത്തു. അങ്ങനെ ശ്രീരാമസ്വാമിയെ ഭജിച്ച് പ്രാർത്ഥിച്ച കർണികാര വൃക്ഷത്തിന്, കണിക്കൊന്ന വൃക്ഷത്തിന് ക്രമേണ വിഷുവിൻ്റെ പൂവാകാനുള്ള ഒരു അനുഗ്രഹം ലഭിച്ചു. ഇതാണ് പ്രഥമ ചരിത്രം. മാരാർജി, പറയൂ നിധിൻ. അങ്ങ് ഒരു ഐതിഹ്യം പറഞ്ഞു കഴിഞ്ഞു. അതെ. രണ്ടാമതൊന്നും കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതെ. അതുകൂടെ ഒന്ന് വിശദീകരിക്കാമോ? രണ്ടാമത്തെ ഐതിഹ്യം ഭഗവാൻ കൃഷ്ണനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു രസകരമായ കഥയാണ്. കൃഷ്ണനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ബാലനുണ്ടായിരുന്നു. ഈ ബാലൻ കൃഷ്ണനോടൊരാഗ്രഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ ബാലകൃഷ്ണ രൂപം ഭഗവാന്റെ ഉണ്ണിക്കണ്ണൻ്റെ രൂപം തനിക്ക് കാണണമെന്ന് അപേക്ഷിക്കുകയാണ്. നിർബന്ധ ബുദ്ധിയിൽ അപേക്ഷിച്ചപ്പോൾ ഭഗവാൻ തൻ്റെ വിശ്വരൂപം, ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. സന്തോഷം കൊണ്ട് സന്തോഷാശ്രുകൾ പൊഴിച്ച ആ ബാലൻ്റെ യഥാർത്ഥ ഭക്തി കണ്ട് കൃഷ്ണൻ എന്തു ചെയ്യുന്നു? തൻ്റെ ആ സ്വർണ്ണ അരഞ്ഞാണം ആ കുട്ടിക്ക് സമ്മാനമായി കൊടുക്കുന്നു. ഈ വാർത്ത നാട്ടിലൊക്കെ പാട്ടായി. എല്ലാവരും പരിഹസിച്ചു. ഇതെന്തൊരു ഭക്തി, ഇത് കപടമാണ്, ചതിയാണ്, വഞ്ചനയാണ് എന്ന് പറഞ്ഞ് അവർ പരിഹാസം തുടങ്ങി. പിറ്റേ ദിവസം യഥാർത്ഥത്തിൽ ക്ഷേത്രപൂജാരി അമ്പലത്തിൽ വന്നപ്പോൾ അവിടെ കൃഷ്ണൻ്റെ സ്വർണ്ണ അരഞ്ഞാണം കാണുന്നില്ല. അപ്പോൾ അവിടെ മനസ്സിലാക്കുകയാണ് ഈ ബാലൻ മോഷ്ടിച്ചതാണിത്. ഈ ഗ്രാമവാസികൾ എല്ലാവരും ചേർന്ന് ഈ ബാലനെ
മോഷ്ടാവാണെന്ന് മുദ്ര കുത്തുന്നു, അവനെ മർദ്ദിക്കുന്നു. ഇതിൽ മനംനൊന്ത ആ ബാലൻ്റെ മാതാവ് ക്രുദ്ധയായി ഈ സ്വർണ്ണ അരഞ്ഞാണം അടുത്തുള്ള നദിയിലേക്ക് വലിച്ചെറിയുന്നു. ഈ അരഞ്ഞാണം ഒരു മരത്തിൽ, ഒരു വൃക്ഷത്തിൽ ഉടക്കി അവിടെ നിൽക്കുന്നു. ഉടൻ തന്നെ സ്വർണ്ണവർണ്ണ മനോഹരമായ ഈ കണിക്കൊന്ന, മഞ്ഞ കണിക്കൊന്ന പൂക്കൾ കൊണ്ട് ആ വൃക്ഷം അലങ്കൃതമായി. ഇതാണ് വിഷുവുമായി ചേർന്ന കണിക്കൊന്നയുടെ രണ്ടാമത്തെ ഐതിഹ്യം. ഇപ്രകാരം സംഭവബഹുലമായ ഐതിഹ്യ കഥകളാണ് കണിക്കൊന്ന പൂവിൻ്റെ പിറകിലുള്ളത്.